വേഷം മാറി വരുന്ന ഭാഗ്യത്തെ തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഭാഗ്യം എന്നത് ഭീരുക്കൾക്കുള്ളതല്ല, മറിച്ച് ഭയമുണ്ടെങ്കിലും മുന്നോട്ട് നടക്കാൻ ധൈര്യം കാണിക്കുന്നവർക്കുള്ളതാണ് ഭാഗ്യം. ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ ചലഞ്ചസ് ആയിട്ടാ വരിക ഭാഗ്യം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വെഡിമിക്സ്. സോബിജി നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ഫോണിന്റെ കഥ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ആരായിരുന്നു ഷായിച്ചിട്ട് ആ റോഡ്രിഗസിന് വന്ന ഫോൺ? അതെ, റോഡ്രിഗസിന് രാത്രിയിൽ വന്ന ഫോൺ. ആരായിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ സംഗീത ആൽബത്തിന്റെ രചയിതാവും സിംഗറുമായിട്ടുള്ള സിസ്റ്റർ ഡോഡ്രിഗസ് അല്ലെ? സിസ്റ്റർ ഡോഡ്രിഗസ് വെടിയേറ്റ് മരിക്കുകയായിരുന്നു ജോഹന്നാസ്ബർഗിലെ ഒരു ബാറിൽ വെച്ച്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആൽബം ലോകം മുഴുവൻ ഒരുപാട് തവണ വിറ്റഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതകഥ ഡോക്യുമെന്ററി ആക്കാൻ വേണ്ടി ഒരു അമേരിക്കൻ ഡോക്യുമെന്ററി സംവിധായകൻ മാലിക് ബെഞ്ചലോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ ഡോഡ്രിഗസിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു ഡ്രമ്മറെ പരിചയപ്പെടുക. ആകെ കണ്ടിട്ടുള്ള അയാളാണ്, ജീവിച്ചിരിക്കുന്ന അയാളാണ്. അങ്ങനെ സംസാരത്തിനിടയിൽ ഡോഡ്രിഗസ് മരിച്ച കാര്യം സംസാരിക്കുമ്പോൾ ഡോഡ്രിഗസ് മരിച്ചിട്ടില്ല എന്ന് ഈ സംവിധായകൻ അറിയുകയും ആ അറിവിനെ തുടർന്ന് അമേരിക്കയിലെ പല പത്രങ്ങളിലും ഡെട്രോയിറ്റിൽ പ്രത്യേകിച്ച് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് 3-ാം ദിവസം രാത്രി ഹോളിവുഡിലേക്ക് മടങ്ങിയ ഈ മാലിക്കിന്റെ വീട്ടിൽ രാത്രി ഒരു ഫോൺ കോൾ വരുന്നു. ആരായിരുന്നു ആ ഫോൺ കോൾ മറുവശത്ത് എന്നായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഇത് അദ്ദേഹം പറഞ്ഞു, ഹലോ, ഇറ്റ്സ് മീ ഡോഡ്രിഗസ്, ഇത് ഞാനാണ് ഡോഡ്രിഗസ്. പിന്നെ ഒരു പറക്കലാണ്. ആ സംഘം വലിയൊരു വാനുമൊക്കെ ആയിട്ട് ഒരു വലിയ കൂട്ടം അങ്ങനെ ചെമ്മൺ പാതകളിലൂടെ കറങ്ങി തിരിഞ്ഞ് പൊടി ഉയർത്തിക്കൊണ്ട് ഒരു പോക്കോയിൽ ദിവസം ഒരു വൈകുന്നേരം സായാഹ്നത്തിലേക്ക് ഇങ്ങനെ അടുക്കുന്ന ഒരു 4-4:30 മണിക്ക് പൊടി ഉയർത്തിക്കൊണ്ട് വണ്ടികൾ വന്ന് ഇറങ്ങി സംഘമായിട്ട് പ്രതീക്ഷയുടെ അങ്ങേയറ്റമാണ്. അവരങ്ങനെ പതുക്കെ ആ ഒരു കൃഷിയിടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നട്ടുവന്ന എന്തോ കൃഷിയുടെ ചെറിയ ഈ നടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കള പറിച്ചുകൊണ്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തകരപ്പാട്ടകൾ കൊണ്ട് എന്തുകൊണ്ട് നിർമ്മിച്ചത്? തകരപ്പാട്ടകൾ കൊണ്ട് നിർമ്മിച്ചത്. ആരുടെ വീടാണ്? ഡോഡ്രിഗസിന്റെ വീട്. ഒരു അടയാളം പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഗിറ്റാർ കണ്ടു അവര്. മാന്ത്രിക വിരലുകൾ ടച്ച് ചെയ്തിട്ടില്ല, ഉറപ്പിച്ചവര്. ആളിവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഹിം, ഇവിടെ ഉണ്ട്, ഇത് അയാൾ തന്നെയാണ്. നേരെ ചെന്നിട്ട് പിന്നിൽ നിന്നും ഡോഡ്രിഗസ് എന്ന് വിളിച്ചു. അപ്പൊ നോക്കുമ്പോൾ അയാളുടെ മകള്, അതിന്റെ കുട്ടിയൊക്കെ നല്ല പ്രായമായി ഇദ്ദേഹത്തിന്. അപ്പൊ ഡോഡ്രിഗസ് പിന്നെ ഇപ്പൊ ഈ അടുത്താണ് മരിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹം ഇങ്ങനെ പതുക്കെ എണീറ്റ് വന്നു, ഭയങ്കര ദൈന്യതയൊക്കെ ആയിട്ട്, വയ്യ. അപ്പൊ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ആ ഗ്രാമപ്രദേശത്തിൽ എത്തിയിട്ട് അദ്ദേഹം പിന്നെ പുറത്തു പോയിട്ടില്ല. അവിടെ ചെറിയ പരിപാടികളൊക്കെ നടത്തിയിട്ട് അവിടെ ആൾക്കാരുടെ ഇടയിൽ വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി, നമ്മുടെ യേശുദാസിനെ പോലെ പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടില്ലേ? നന്നായി പാടും. ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ 2 മദ്യപാന സദസ്സുകളിലൊക്കെ പാടും. ജൂനിയർ യേശുദാസ് എന്നൊക്കെ പേരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഈ മനുഷ്യനോട് ഇവര് പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് അറിയാമോ? ലോകം മുഴുവൻ വിറ്റഴിഞ്ഞ വലിയ ഒരു സംഗീത ആൽബത്തിന്റെ രചയിതാവാണ് ഇയാൾ എന്ന്. ഇയാൾ റിയലി, അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെ വരണം. ദക്ഷിണാഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിലെ സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ഏജൻസികൾ വന്നു, ഇയാളെ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. അവിടേക്ക് ഡോഡ്രിഗസ് വരാൻ പോവുകയാണ്. പറന്നു അയാൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഈ സംഘത്തോടൊപ്പം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം ഇതെല്ലാം നമുക്ക് ഡോക്യുമെന്റ്സ്, വീഡിയോ ഉണ്ട് കേട്ടോ. സെർച്ചിങ് ഫോർ ഷുഗർമാൻ ഡോക്യുമെന്റ്സ് ഉണ്ട്, എല്ലാത്തിനും വീഡിയോ ഉണ്ട്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതെങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നിറയെ കമാനങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ വെച്ചിരിക്കാം. ഓ, അത് ഞാനാണല്ലോ, ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അവരിങ്ങനെ ഇരുന്നിട്ട് ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി ലക്ഷക്കണക്കിന് ആർത്തരമ്പി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക്, ഡോഡ്രിഗസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മകളുടെ കയ്യും പിടിച്ച് തൊപ്പിയും വെച്ചിട്ട് പ്രായമുള്ള ഡോഡ്രിഗസ് തന്റെ ഗിറ്റാറുമായിട്ട്. അപ്പോഴും ആൾക്കാർക്ക് വിശ്വാസമില്ല, ഇതെന്തോ തട്ടിപ്പാണെന്ന് അപ്പോഴും വിശ്വസിച്ചില്ല. പക്ഷെ വന്നു നിന്ന് ആ ഭാഗ്യമറിയാത്ത ആ ഭാഗ്യവാൻ വന്നു നിന്നിട്ട് മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആദ്യത്തെ സ്ട്രിങ് ഇങ്ങനെ നീട്ടുമ്പം ആൾക്കാർക്ക് മനസ്സിലായി. സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ വിഷ്വൽ നമുക്ക് കാണാം. സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു. അദ്ദേഹം ആ സ്വതസിദ്ധമായിട്ടുള്ള ആ സാധനത്തിൽ പാടി ഷുഗർമാൻ, കേൾക്കണം പാട്ട്.
അപ്പം അസാമാന്യമായിരുന്ന ഒരു സോങ് ആണ്. ഈ ഡോക്യുമെന്ററിക്കാണ് 2013 മാലിക് ബെഞ്ചലോണിന് ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടുന്നത്, സെർച്ചിങ് ഫോർ ഷുഗർമാൻ. അപ്പം ഇത് കണ്ണുകൾ ഉണ്ടായിട്ടും കാണാത്തവരാണ് പലരും. ഇതുപോലെ കണ്ണുകൾ ഉണ്ടായിട്ടും കാണാത്തവരാണ്. ഭാഗ്യം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കാം, പക്ഷെ അത് തിരിച്ചറിയാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഈ ഭാഗ്യത്തെ കാണാനുള്ള ഒരു പ്രത്യേക കാഴ്ച അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും കേട്ടോ. ഭാഗ്യം എപ്പോഴും ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്നല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കി അത് കാണില്ല, ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല. പലപ്പോഴും അത് താഴെ പറയുന്ന രൂപങ്ങളിലായിരിക്കും. ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ, ചലഞ്ചസ് ആയിട്ടാണ് വരിക ഭാഗ്യം. ഒന്ന്, മറ്റുള്ളവർ ഉപേക്ഷിച്ച ഒരു പ്രയാസമേറിയ ജോലി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് വലിയൊരു ഭാഗ്യമായി മാറിയേക്കാം. ചലഞ്ചസ് ആയിട്ട് വരും. ഒരു മാറ്റം, എപ്പോഴും ഭാഗ്യം വരുമ്പോൾ ഒരു മാറ്റത്തിന്റെ കൂടെ ഒരു ഭാഗ്യം വരും. ജോലി മാറേണ്ടി വരുന്നതോ പുതിയൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നതോ നിർഭാഗ്യമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം, അയ്യോ അത് എനിക്ക് ഭയങ്കര അവിടേക്ക് പോകേണ്ട വന്നു, നിർഭാഗ്യമായി പോയി എന്ന് പറയും. പക്ഷെ അത് പുതിയൊരു വലിയ വാതിൽ തുറക്കും. ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, ജോലി പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറെ ഞാൻ പിടിച്ചു നിന്ന് പെട്ടെന്ന് അവിടെ എനിക്ക് വേറൊരു ജോലി കിട്ടി, ആ ജോലി കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായത് എന്ന് പറയും. ഈ അനുഭവം മിക്കവാറും പേരും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട് ഇങ്ങനെ. ഒരു സാധാരണ സംഭാഷണം എങ്ങനെയാണ്? വഴിയിൽ വെച്ച് കാണുന്ന ഒരാളോട് നടത്തുന്ന ചെറിയൊരു കുശലാന്വേഷണത്തിൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ചുമ്മാ യാത്രക്കിടയിൽ കാണുന്ന ഒരു യാത്രക്കാരൻ, അല്ലെങ്കിൽ വഴി വെച്ച് കണ്ട ഏതെങ്കിലും ഒരാള്, എന്തെങ്കിലും ഒരു ചെറിയ കുശലാന്വേഷണം, അതിലൊക്കെ ഈ ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ശ്രദ്ധയും അവബോധവും അവയർനെസ് ഫാക്ടറാണ്. നമ്മുടെ തലച്ചോറ് എന്തിനാണോ ട്യൂൺ ചെയ്തിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ കാണൂ. എന്തിനായിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. നമ്മൾ പറഞ്ഞല്ലോ RIS സെറ്റ് ചെയ്തിരിക്കുന്നു, തലയുടെ പിന്നിലാണ് ഭാഗ്യമെന്ന് നമ്മൾ പറഞ്ഞല്ലോ 2ാമത്തെ എപ്പിസോഡിൽ. അപ്പൊ അത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പരാതികളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ചുറ്റുമുള്ള പരിഹാരങ്ങൾ ഒരിക്കലും കാണാൻ കഴിയില്ല, ഭാഗ്യവും കാണാൻ കഴിയില്ല. മനസ്സ് ശാന്തമാക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുറന്ന മനോഭാവം കാണിക്കുമ്പോഴും ഭാഗ്യത്തിന്റെ സിഗ്നലുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഇതാണ്, മനസ്സ് ഓപ്പൺ ആവുമ്പോൾ, ശാന്തമാവണം, കാര്യങ്ങൾ തുറന്ന മനോഭാവത്തോടെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സിഗ്നൽസ് ഒക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ചോദ്യം ചോദിക്കുന്ന രീതി, ദ പവർ ഓഫ് ഫ്രെയിമിങ്. ഭാഗ്യം ലഭിക്കുന്നതും ലഭിക്കാത്തതും ഒരേ സാഹചര്യത്തെ കാണുന്ന 2 രീതിയിലാണ്. എന്താണ്? നിർഭാഗ്യവാന്റെ ചോദ്യം എന്താണ്? ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് വിക്ടിം മോഡാണ്. വിക്ടിം ഇതാണ് ചോദിക്കുന്നത്, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, എപ്പോഴും എനിക്കിങ്ങനെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഭാഗ്യവാൻ എന്താ പറയുക? ഈ സാഹചര്യത്തെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അവൻ ഓപ്പർച്യൂണിറ്റി മോഡിലാണ്, അവസരങ്ങളെ കണ്ടെത്താനുള്ള മോഡിലാണ് അവൻ എപ്പോഴും നിൽക്കുക. അങ്ങനത്തെ ആളുകൾ കണ്ടറിയാം, എപ്പോഴും അവർ അവസരം കണ്ടുപിടിക്കും. ഈ ഒരു ഒറ്റ ചോദ്യം നിങ്ങളുടെ മസ്തിഷ്കത്തെ ഭാഗ്യം കണ്ടെത്താൻ പ്രേരിപ്പിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ എനിക്ക് ബഹ്റിനിലുള്ള ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ഒരാളുടെ കഥ അതിനോട് വേറൊരാൾ പറയുകയുണ്ടായി. ആ ഹോട്ടൽ നടത്തിയ ആളെന്ന് പറയുന്നത് ബഹ്റിനില് അവിടെ സൗദിയുമായിട്ട് ഒരു ഇഷ്യൂ നടക്കുന്ന, ഒരു യുദ്ധമുണ്ടാകുന്ന, ഒരു ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് ബഹ്റിൻ ഇപ്പൊ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത് നടക്കുമ്പോൾ എല്ലാ കടകളും അടഞ്ഞുപോയി. അപ്പൊ ഇയാൾ നേരെ മുമ്പിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുക. ഇയാളെ ഭാര്യയുടെ അവസാനത്തെ കല്യാണം കഴിച്ച് ഭാര്യയുടെ അവസാനത്തെ കെട്ടുതാലി ഒഴികെ ബാക്കി എല്ലാം കൊണ്ട് വിറ്റ് അതുകൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ള ഒന്നാണ്. കംപ്ലീറ്റ് പോയി, കട അടഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇയാൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു നിവൃത്തിയുമില്ല, മറ്റൊന്നും ചെയ്യാനില്ല, വേറെ എവിടെയും പോകാനില്ല, ഇതെന്റെ അവസാനത്തെ ആശ്രയമാണ്, അതുകൊണ്ട് ഞാൻ ഈ റെസ്റ്റോറന്റ് തുറന്നു തന്നെ ഇരിക്കും. ധൈര്യമായിട്ട് ഇതിനെയൊക്കെ പേടിക്കാതെ അയാൾ തുറന്നു തന്നെ ഇരുന്നു. കുടുംബവുമായിട്ട് നേരെ മുമ്പിലുള്ള ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥൻ, അയാൾ കംപ്ലീറ്റ് അടച്ചുപൂട്ടിരിക്കുക. അയാൾക്ക് ബാറ് മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട്, ഈ പിന്നെ കുറേ ബാറുകളുണ്ട്, നമ്പർ ഓഫ് ബാറുകളെല്ലാം ഉണ്ട്. അത് മുഴുവൻ അടച്ചുപൂട്ടപ്പെടാൻ പോവുക. ഇയാൾ മറ്റേയാളെ വിളിപ്പിച്ചു, ഈ ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു ചോദിച്ചു, നിനക്ക് ഇത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുമോ? പറയും, പറ്റും. ഇവിടെ ഇത് തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് തുടങ്ങാൻ പറ്റില്ലേ? റിസ്ക് എടുക്കാൻ റെഡിയല്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്ന് മില്യൺ കണക്കിന് ആസ്തിയുള്ള കേരളത്തിൽ മലബാറിൽ വലിയ ഹോട്ടലുകളും സ്വന്തമായിട്ടുള്ള വലിയൊരു നിക്ഷേപകനാണ് പുള്ളി. കണ്ടോ, ഭാഗ്യം വന്ന വഴി കണ്ടോ? ഈ രീതിയിലുള്ള ആളാണോ ഈ
എങ്ങനെ എനിക്ക് ഈ അവസരത്തെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ ആളുകൾ ധാരാളം കാണാറുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അറിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയാത്തതും അതുകൊണ്ടാണ്. എന്നാലും അദ്ദേഹം വലിയൊരു നേട്ടമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ബാർ കച്ചവടം ചെയ്താലൊക്കെ നല്ല കാര്യം തന്നെയല്ലേ, ബിസിനസ്സായിട്ട് കണ്ടാൽ മതി അതിനെ. അപ്പോ സംരംഭകർ എങ്ങനെയാണ് ഭാഗ്യം കണ്ടെത്തുന്നത്? ലിസണിങ് ഫോർ പെയിൻ പോയിന്റ്സ് എന്ന് പറയും. മറ്റുള്ളവർ ഒരു കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റർ അത് കേൾക്കുന്നു, ആ പരാതിക്കുള്ള പരിഹാരം കണ്ടെത്തുന്നതാണ് അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ പുതിയ സന്ദർഭം എന്ന് പറയുന്നത്. അതാണ് അയാളുടെ ഭാഗ്യം, പുതിയ സന്ദർഭം എന്ന് പറയുന്നത്, സംരംഭം എന്ന് പറയുന്നത്, അയാളുടെ സംരംഭം എന്ന് പറയുന്നത്. ഒബ്സർവേഷണൽ സ്കിൽസ് ഉണ്ട്. വാക്കുകൾക്കപ്പുറം സാഹചര്യങ്ങളെ നിരീക്ഷിക്കുകയും ആളുകൾ എന്താഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതാണ് ഭാഗ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അവസരങ്ങൾ തിരിച്ചറിയാൻ 3 പരിശീലനങ്ങൾ നടത്താവുന്നതാണ്. എന്തൊക്കെയാണ്? ക്യൂരിയോസിറ്റി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കാം. നെറ്റ്വർക്കിംഗ്, പുതിയ ആളുകളെ പരിചയപ്പെടുക, ഓരോ പുതിയ വ്യക്തിയും ഓരോ പുതിയ അവസരമായിട്ട് കണക്കാക്കുക. അതിന്റെ മുകളിലുള്ള ആക്ഷൻ, ഒരവസരം കണ്ടാൽ ആലോചിച്ച് സമയം കളയാതെ ഒരു ചെറിയ നടപടിയെങ്കിലും എടുക്കുക എന്നതാണ്. ഭാഗ്യം ചലിക്കുന്നവന്റെ കൂടെയാണ്. ഇത് സാരം, ഭാഗ്യം എന്നത് ഒരു നിധിവേട്ട പോലെയാണെന്നും അത് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടെന്നും മനസ്സിലാക്കണം. പക്ഷെ അത് കാണാൻ നിങ്ങളുടെ മനോഭാവം മാറ്റണം. വേഷം മാറി വരുന്ന ഭാഗ്യത്തെ തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അത് വേഷം മാറി ഇങ്ങനെ വരും, അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. ഇനി ഭാഗ്യശാലികളുടെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. ഭാഗ്യമില്ലാത്തവരുടെ ആത്മവിശ്വാസം, ഭയത്തെക്കുറിച്ചും. ഭാഗ്യമുള്ളവരുടെ ആത്മവിശ്വാസം, ഭാഗ്യമില്ലാത്തവരുടെ ഭയം. കോൺഫിഡൻസ് വേഴ്സസ് ഫിയർ. ഭാഗ്യം പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോഴും പലരും അകത്ത് നിന്ന് വാതിൽ തുറക്കാത്തത് ഭയം മൂലമാണ്. പടിവാതിക്കൽ നിൽക്കുന്ന ആരാണ്? ഹലോ, ആരവിടെ നിൽക്കുന്നത്? ഞാൻ ഭാഗ്യമാണ്, പേടിച്ചിട്ട് വാതിൽ. ഭാഗ്യം തന്നെയാണോ? എനിക്ക് ഉറപ്പൊന്നുമില്ല, പിന്നെ വാ എന്ന് പറയും അല്ലേ? പേടി മൂലമാണ്. ഇപ്പൊ നമ്മള് ഈ ഭയത്തെ ഭാഗ്യത്തിന്റെ നിശബ്ദ ഘാതകൻ എന്നാ വിളിക്കുന്നത്. സൈലന്റ് കില്ലറാണ് ഇതിനെ വിളിക്കുന്നത്. സൈലന്റ് കില്ലർ എന്നാണ്. ഭയത്തിന്റെ തടവറയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുക. എന്താണ്? ഭയം നമ്മളെ നിഷ്ക്രിയരാക്കുന്നു. അവസരങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഭയം നമ്മുടെ ചിന്തകളെ തളർത്തിക്കളയും. ആകെ എല്ലാം കൂടെ പോകും, ചോർന്നൊലിച്ച് എല്ലാം കൂടെ അങ്ങ് പോകും. സംശയത്തിന്റെ വൈറസ് ഉണ്ട്. ഞാൻ ഇതിന് യോഗ്യനാണോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയും തുടങ്ങിയ ചിന്തകൾ ഭാഗ്യത്തിന്റെ ഒഴുക്കിനെ അങ്ങ് തടയുകയാണ്. ഭയം നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തളച്ചിടപ്പെടുന്നു. മിക്കവാറും ആളുകളും ഇറങ്ങിപ്പുറപ്പെടാതെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഭാഗ്യം എപ്പോഴും വസിക്കുന്നത് അതിന് പുറത്തുള്ള ഗ്രോത്ത് സോണിലാണ്, വളർച്ചയുടെ സോണിലാണ് ഭാഗ്യം എപ്പോഴും ഉണ്ടാകുന്നത്. കംഫർട്ട് സോണിലല്ല ഉണ്ടാവുന്നത്. ആത്മവിശ്വാസം, ഭാഗ്യത്തിലേക്കുള്ള താക്കോൽ. ആത്മവിശ്വാസം എന്നത് അമിതമായ അഹങ്കാരമല്ല, മറിച്ച് എന്തു വന്നാലും നേരിടാം എന്ന ഉറച്ച ബോധ്യമാണ്. നോക്കാം നമുക്കെന്നേ. അത് വിഷയമല്ല റോജേട്ടാ, നമുക്കൊന്ന് നോക്കാന്ന് സതീഷ് എപ്പോഴും പറയുന്നൊരു വേടാണ്. നമുക്ക് നോക്കാന്നേ എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്, ഉറച്ച ബോധ്യമാണ് എന്നുള്ളതാണ്. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പരാജയം സംഭവിച്ചാൽ പോലും അയാൾ അതിനെ ഒരു താൽക്കാലിക തടസ്സമായിട്ട് മാത്രമേ കാണുകയുള്ളൂ. താൽക്കാലികം മാത്രമാണെന്ന് കാണും. ഈ മനോഭാവം അയാളെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പ്രേരിപ്പിക്കും. ആവർത്തിച്ചുള്ള ശ്രമങ്ങളാണ് ഒടുവിൽ ഭാഗ്യമായി മാറുന്നത്. ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ. അതെ, ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. പല ഭാഗ്യശാലികളും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. എന്താണ്? തനിക്ക് ലഭിച്ച വിജയം ഭാഗ്യം കൊണ്ടാണെന്നും താൻ അതിന് അർഹനല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഭയമാണിത്. ചില ഭാഗ്യശാലികൾക്ക് തനിക്ക് കിട്ടിയ വിജയം ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നും താൻ ശരിക്കും അതിന് അർഹനല്ല എന്നും അവർ വിചാരിക്കുന്നു. ഇമ്പോസ്റ്റർ സിൻഡ്രോം വലിയ അപകടകരമായ ഒരു സാധനമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയത് കൊണ്ടാണ് ആ ഭാഗ്യം നിങ്ങളെ തേടി വന്നത്. ആ വിശ്വാസം, ആ സെൽഫ് ബിലീവ് ആണ് ആ ഭാഗ്യത്തെ നിലനിർത്തുന്നത്. അല്ലാണ്ട് ചുമ്മാ കിട്ടിയതല്ല, വെറുതെ കയറി വന്നതല്ല. ഭാഗ്യത്തിന്റെ ശരീരഭാഷ എന്താണ്? ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരാളിലേക്ക്, നോട്ടത്തിലേക്ക്, ആ നോട്ടം കണ്ടാൽ അറിയാം, ആത്മവിശ്വാസത്തോടെ നോക്കുമ്പോൾ അറിയാം. അതിന്റെ ശരീരഭാഷ. അങ്ങനെ നിൽക്കുന്ന ഒരാളിലേക്ക് അവസരങ്ങൾ ആകർഷിക്കപ്പെടും. നേരെ മറിച്ച് പേടിയോട് സംസാരിക്കുന്ന ഒരാൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും. തീരുമാനങ്ങൾ, ഭയമില്ലാത്തവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഈ വേഗതയാണ് പലപ്പോഴും ഭാഗ്യമായി മാറുന്നത്. ആലോചിച്ച് നിൽക്കില്ല, ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യും. അത് ഒരു കൺവേർഷൻ വരും, ഭാഗ്യമായി വരും. ഭയത്തെ അതിജീവിച്ച് ആത്മവിശ്വാസം വളർത്താനുള്ള 3 വഴികളെ കുറിച്ച് പറയാം. എക്സ്പോഷർ. നിങ്ങൾ ഏറ്റവും ഭയമുള്ള കാര്യം ചെറിയ അളവിൽ ചെയ്തു തുടങ്ങുക, നേരിടുക.
ചെറിയ അളവിൽ ഭയപ്പെടുന്ന കാര്യം ചെയ്തു തുടങ്ങുക. ഇത് നിങ്ങളുടെ ഭയത്തിന്റെ ശക്തി സാവധാനം കുറയ്ക്കും. പോസിറ്റീവ് അഫർമേഷൻസ്, ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് ഏത് വെല്ലുവിളിയും നേരിടാൻ കഴിയും എന്ന് സ്വയം ഉറപ്പിച്ചു പറയുക. വിജയങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചെറിയ വിജയങ്ങൾ അതുപോലും ഓർത്തെടുക്കുകയും അത് ഭയത്തെ അകറ്റാൻ സഹായിക്കും. കുഞ്ഞു കുഞ്ഞു വിജയങ്ങളൊക്കെ ഓർത്തെടുക്കുക. സന്തോഷകരമായ അവസ്ഥയിലേക്ക് മനസ്സുകൊണ്ട് പോയിരിക്കുക. ജീവിതത്തിൽ കിട്ടിയ അടികളെക്കുറിച്ചോ അല്ലെങ്കിൽ മോശാവസ്ഥകളെക്കുറിച്ചാണ് മിക്കവാറും ആളുകളുടെയും ചിന്ത. വീണ്ടും അവർ കൊന്നവനെ പിന്നെയും കൊല്ലുന്നത് പോലെയാണ്. മാനസികമായി വീണ്ടും വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സക്സസ് ആയവൻ അങ്ങനെ ആയിരിക്കും കേട്ടോ. എപ്പോഴും ഈ വിജയത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവും. അവൻ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അന്ന് കിട്ടിയ ഊർജം, അതിൻ്റെ കിട്ടുന്ന ഡോപ്പാമൈൻ എഫക്റ്റ് അവനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വിജയങ്ങൾ രേഖപ്പെടുത്തുകയും കഴിഞ്ഞ കാലത്തെ ഈ വിജയങ്ങൾ പോലെ ഓർത്തെടുക്കുകയും ഭയത്തെ അകറ്റാൻ സഹായിക്കുകയും ചെയ്യരുത്. സാരം ഇതാണ്: ഭാഗ്യം എന്നത് ഭീരുക്കൾക്കുള്ളതല്ല, മറിച്ച് ഭയമുണ്ടെങ്കിലും മുന്നോട്ട് നടക്കാൻ ധൈര്യം കാണിക്കുന്നവർക്കുള്ളതാണ് ഭാഗ്യം. ആത്മവിശ്വാസം ഒരു പേശിയെ പോലെയാണ്, ഒരു മസിൽ പോലെയാണ് ആത്മവിശ്വാസം എന്നത്. അത് ഉപയോഗിക്കും തോറും അതിങ്ങനെ കരുത്താർജിച്ചുകൊണ്ടിരിക്കും, മസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ആത്മവിശ്വാസം എന്നത് പറയുന്നത്. ഇനി പരാജയത്തിന്റെ പടുകുഴിയിൽ എത്തപ്പെട്ട എന്നാൽ അപ്രതീക്ഷിതമായി ഭാഗ്യം ലഭിച്ച ഒരു ഹോളിവുഡ് സംവിധായകന്റെ കഥ പറയാം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഥയാണിത്. വളരെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള വലിയൊരു കഥയാണിത്. ഒരു ഹോളിവുഡ് സംവിധായകന്റെ കഥ. അത് ഭാഗ്യത്തിന്റെ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും അയാളുടെ ശ്രമത്തിന്റെ വിശ്വവിജയത്തിന്റെ കഥ കൂടിയാണ്, ഒരു ചരിത്രമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ